വാർത്തകൾ യുവസമൂഹത്തെ വഴിതെറ്റിക്കുന്നുണ്ടോ? നിഷ്പക്ഷമായി എനിക്ക് പറയാനുള്ളത്, ഒരു വ്യക്തിയെ പ്രശസ്തനാക്കുവാനും നാണം കെട്ടവനാക്കുവാനും ഉയർത്തുവാനും തളർത്തുവാനും ഒരേ സമയം ശേഷിയുള്ള ഒന്നാണ് മാധ്യമങ്ങൾ. ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നത് അത് വളർന്നു വരുന്ന യുവസമൂഹത്തെ സാരമായും ഭാഗികമായും ബാധിക്കുന്നു. ഇക്കാലത്തൊരു പത്രം വായിക്കുകയാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുക? കൊലയും കൊള്ളയും പീഡനവും, മയക്കുമരുന്നിന് അടിമപ്പെട്ട മകൻ അച്ഛനെ കൊല്ലുന്നു, മദ്യത്തിന് അടിമപ്പെട്ട അച്ഛൻ മകനെ കൊല്ലുന്നു, കഞ്ചാവ് പോലീസ് പിടികൂടുന്നു, കസ്റ്റംസ് സ്വർണ്ണക്കടത്ത് പിടികൂടുന്നു, കൊട്ടേഷൻ സംഘത്തെ പോലീസ് പിടികൂടുന്നു, കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നു, കാറിടിച്ചു കൊല്ലുവാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങളും ദിവസേന നടക്കുന്നത് പത്രത്തിൽ എഴുതി വരുമ്പോഴേക്കും അതിന്റെ ഫ്രണ്ട് പേജ് ഏകദേശം പൂർത്തിയാകുന്നു. ഇതിനെന്താണ് പ്രതിവിധി? കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ലോകം മുഴുവൻ നന്നാകുവാൻ ഒരു ചെറിയ സൂത്രം ഞാൻ ചെവിയിൽ ഓതിടാം: സ്വയം നന്നാവുക. അവനവനെ മാറ്റുവാൻ അവനവന് മാത്രമേ കഴിയുകയുള്ളൂ. നാം നമ്മുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകളെ പാടെ തുടച്ചു മാറ്റി നെഗറ്റീവ് കാര്യങ്ങൾ പ്രവർത്തിക്കാതെ, നെഗറ്റീവ് കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ, നെഗറ്റീവ് കാര്യങ്ങൾ പറയാതെ നമ്മുടെ മനസ്സിനെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. നാം ഒരു സത്യം മനസ്സിലാക്കണം: നമ്മുടെ മനസ്സ് സ്നേഹമുള്ള മനസ്സാണെങ്കിൽ ലോകം മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളായി മാറുന്നു. മറിച്ച് നമ്മുടെ മനസ്സ് മുഴുവൻ സംശയവും വെറുപ്പും വിദ്വേഷവുമാണെങ്കിൽ ദൈവം പോലും നമ്മുടെ ശത്രുവായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം.